പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. 40 നേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യങ്ങൾ. മുമ്പേ അവൻ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. പ്രൈസ് ഗോഡ്. അനേക ആൾക്കാർ അവരുടെ ജീവിതത്തെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു പസിൽ പോലെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പീസും, എവറി പീസ് അതിനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പാടുവരുന്നു, അല്ലേ? ഒരു ഹാർമണിയിൽ കൊണ്ടുപോകാൻ നമ്മുടെ മാനുഷികമായിട്ടുള്ള കഴിവ് ഉപയോഗിച്ച് എല്ലാം ഒരു ഹാർമണിയിൽ കൊണ്ടുപോകാൻ നാം പാടുപെടുന്നുണ്ട്, അല്ലേ? നിൻ്റെ ചിന്തയുമായിട്ട് നീ പലപ്പോഴും യുദ്ധം ചെയ്യുന്നില്ലേ? നിൻ്റെ സമയം നീ എങ്ങനെ ചെലവഴിക്കുന്നു? നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പാർട്ടും ആ വലിയ പിക്ചറിൻ്റെ ഏത് ഭാഗത്ത് ഫിക്സ് ചെയ്യണമെന്നോർത്ത് നീ കുഴയുമല്ലേ? പക്ഷേ ഞാൻ പറയട്ടെ, നീ നിൻ്റെ കഴിവിൽ കടന്നുകൊണ്ടത് ശ്രമിച്ചാൽ, നീ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിൻ്റെ സ്വന്തം മനസ്സിനെ, സ്വന്തം സാഹചര്യത്തെ നീ ഒന്നുകൂടെ കുഴച്ചിലേക്ക് കൊണ്ടുപോയിരിക്കും. എന്നാൽ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പീസസും, എല്ലാ റൈറ്റ് പീസസും നിൻ്റെ ജീവിതത്തിൻ്റെ നീ ഓർഡറിൽ കൊണ്ടുവന്നാൽ, ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതം സമാധാനത്തിൽ കഴിപ്പാൻ നിനക്ക് കഴിയും. ഏതെങ്കിലും ഒരു ചിന്ത ഇപ്പോൾ നിൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ടോ? കോളേജിൽ ഞാൻ എവിടെ പോകും? ഞാൻ എവിടെ ജീവിക്കും? ഇനി എൻ്റെ കരിയർ എന്തായിരിക്കും? ഞാൻ നല്ലതായി പോയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാകും? ഞാൻ ആരെയായിരിക്കും വിവാഹം കഴിക്കുന്നത്? ഞാൻ എൻ്റെ ഫാമിലിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഞാൻ എന്നേലും ഒറ്റയ്ക്കായി പോവുമല്ലോ, പോയാൽ എന്ത് ചെയ്യും? എൻ്റെ കുടുംബം എന്നെ അപ്രൂവ് ചെയ്യാതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ദൈവത്തിൻ്റെ പ്ലാൻ എൻ്റെ ജീവിതത്തെ പറ്റിയുള്ളത് ഞാൻ മെസ്സപ്പ് ചെയ്താൽ എങ്ങനെയാവും? ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു വ്യക്തിയായി തീരുവാൻ എനിക്ക് കഴിയുമോ? ദൈവ പൈതലേ, ഇതെല്ലാം, ഈ തോട്ട്സ് എല്ലാം ഞാൻ പറയട്ടെ, നിൻ്റെ എവരിഡേ വറിയിലെ ഓരോ ഭാഗമായി തീർന്നാൽ നിൻ്റെ സിറ്റുവേഷൻ എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? നീ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? അത് നീ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിൻ്റെ മനസ്സിൻ്റെ ആങ്സൈറ്റി കൊണ്ട് നിറഞ്ഞൊരവസ്ഥയായിരിക്കും. പക്ഷെ നീ അത് അനുവദിക്കരുത്. നീ ഇപ്പോൾ കേട്ട എല്ലാ ചോദ്യങ്ങളും, എല്ലാ ഇഷ്യൂസും ഒക്കെ നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പീസസാണ്. ദേ ആർ ജസ്റ്റ് പീസസ് ഇൻ യുവർ ലൈഫ്. പക്ഷെങ്കിൽ അതെല്ലാം കൂടെ ടുഗദറായിട്ട് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു വലിയ പിക്ചർ ഉണ്ടാക്കിയെടുക്കും. ഒരു ബിഗർ പിക്ചർ, ഓരോ പീസും ഓരോ പീസിനോട് ചേർന്ന് ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കും. അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ പീസ് എടുത്തിട്ട് നീ പസിൽ എങ്ങനെ ചെയ്യുമെന്നോർത്ത് പറയടിക്കേണ്ട കാര്യമുണ്ടോ? നിൻ്റെ മനസ്സ് ആ ബിഗർ പിക്ചറിലേക്കൊന്ന് ഫോക്കസ് ചെയ്തേ. നിൻ്റെ മനസ്സ് നീ ഫോക്കസ് ചെയ്യേണ്ടത് ദൈവത്തിന് നിൻ്റെ ലൈഫിൽ എന്ത് ചെയ്യാനുണ്ട്, അവനത് ചെയ്യുമെന്ന് നീ അവനിൽ വിശ്വസിച്ച് അവൻ്റെ പ്ലാൻസും അവൻ്റെ പേർപ്പസസും നിൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ്റെ ഗുണം ദൈവത്തിലെ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നിൻ്റെ മനസ്സ് ലെറ്റ് ഇറ്റ് ഫോക്കസ് ഓൺ ദ കിങ്ഡം ഓഫ് ഗോഡ്. വചനം നമ്മളോട് എന്താ പറയുന്നത്? വറിയടിക്കരുത്. കാരണം ദൈവം നമ്മളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ അവൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കത്തില്ല. ഹി വിൽ കീപ് വർക്കിംഗ് ഇൻ യുവർ ലൈഫ്, അറേഞ്ചിങ് ഓൾ ഓഫ് ദ പീസസ് അണ്ടിൽ ദ ഫുൾ പിക്ചർ ഈസ് കംപ്ലീറ്റ്. അവനിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ദൈവത്തിലെ എല്ലാ കാര്യങ്ങളും കൊണ്ടും, ഓൾ ദ പീസസ് ഇൻ യുവർ ലൈഫ്. അതുകൊണ്ടെല്ലാം ദൈവത്തെ നീ ട്രസ്റ്റ് ചെയ്യുക, എന്നിട്ട് അവൻ്റെ സമാധാനത്തിൽ ജീവിക്കുക. പ്രൈസ് ലോർഡ്. ഈ മക്കളെ, ഞാനൊരു വാക്യം
നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 30. വലങ്കൈ നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടിയെറിഞ്ഞ് കളക. നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിലൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കുക, ഞാൻ എന്തിനാ ഈ വാക്യം ഇങ്ങനെ വായിച്ചതെന്ന്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡയറ്റ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ നമ്മുടെ സ്പിരിറ്റും നമ്മുടെ മനസ്സും, മനസ്സിലായോ, നമ്മുടെ ആത്മാവിലും നമ്മുടെ ദേഹിയിലുമൊക്കെ നാം എന്താണ് ഫില്ല് ചെയ്യുന്നത്, നിറയ്ക്കുന്നത് എന്നുള്ളതിന് ഒരു പ്രാധാന്യമുണ്ട്. നീ എന്താണ് വായിക്കുന്നത്, എന്താണ് വാച്ച് ചെയ്യുന്നത്, എന്താണ് ശ്രദ്ധിക്കുന്നത്, ആരുടെ കൂടെയാണ് നീ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അതിൽ നിന്നൊക്കെ ചിലത് നമ്മുടെ ഉള്ളിലേക്ക് കയറും. നമുക്കൊരു ഹെൽത്തി ലൈഫ് വേണമെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ഹെൽത്തിയായിട്ടുള്ള ഒരു ജീവിതം നാം നയിക്കണം. അത് ആത്മാവിലും നമ്മുടെ സോളിലും നമ്മുടെ ബോഡിക്കും ആവശ്യമുള്ളതായിരിക്കണം. എന്നാൽ ആത്മാവിൽ നാം ബലം പ്രാപിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്നത് വേർഡ് ഓഫ് ഗോഡാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഭയമില്ലാത്ത ഒരു ജീവിതം നയിക്കണമെങ്കിൽ, ടെംപ്റ്റേഷൻ ഇല്ലാത്ത ജീവിതം നയിക്കണമെങ്കിൽ, ഞാൻ പറയട്ടെ, ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നോവൽ വായിച്ചാലോ ഹൊറർ മൂവീസ് വായിച്ചാലോ എല്ലാം വർദ്ധിക്കത്തേ ഉള്ളൂ. ഭയം വർദ്ധിക്കത്തേ ഉള്ളൂ, ടെംപ്റ്റേഷൻ വർദ്ധിക്കത്തേ ഉള്ളൂ, അല്ലേ? അപ്പം ടെംപ്റ്റേഷൻസ് ഓവർകം ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതൊക്കെ ടി വിയിൽ കാണാതിരിക്കുക, നമ്മുടെ ഈ മൊബൈലിൽ കാണാതിരിക്കുക, അതായത് യൂട്യൂബിലൊക്കെ കാണാതിരിക്കുക. എന്നിട്ട് സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സെൽഫ് കെയറും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മുടെ ഹല്ലേലൂയ ആത്മാവിലൊക്കെ നമ്മൾ റെസ്റ്റ് കൊടുക്കണം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കയറ്. ഹല്ലേലൂയ. ദൈവവചനം നമ്മളെ റെസ്റ്റ് അതിലേക്ക് നയിക്കുന്നതാണ്, സമാധാനത്തിലേക്ക് നയിക്കുന്നതാണ്. ദൈവം എന്താണ് നമ്മളോട് പറയുന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മുടെ സ്പിരിറ്റിനെ നമ്മൾ പട്ടിണിക്കിടരുത്. അതിനു പകരം ദൈവവചന സത്യങ്ങൾ കൊണ്ട് അത് നിറയ്ക്കുക. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. അല്ലെങ്കിൽ ഓരോ ദിവസവും തന്നെ വചനത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കും. നമ്മളിങ്ങനെ വോൺ ഔട്ടായി പോകാനായിട്ട്, എക്സോസ്റ്റഡ് ആയിട്ട് പോകാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവനിലേക്ക് ചാരി ഹല്ലേലൂയ പീസ്ഫുള്ളായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് അവൻ്റെ പ്രോമിസസിൽ എല്ലാം വിശ്വസിക്കുക. കുഞ്ഞെ, വറീസും ഫ്രസ്ട്രേഷൻസും ഒക്കെ നിനക്കൊണ്ട് ഞാൻ സമ്മതിച്ചു. അത് ദൈവത്തിനൊന്ന് കൈമാറാമോ? ഹല്ലേലൂയ. ഡോണ്ട് ബി ബേർഡൻഡ് ഓർ ഹെൽഡ് ബാക്ക് ബൈ വറി. അതെനിക്ക് പറയാനുള്ളൂ. ദെർ ഈസ് നത്തിങ് ഗോഡ് കാൻ ഫ്രീ യു ആൻഡ് ഗീവ് യു റെസ്റ്റ് ഫ്രം. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഹല്ലേലൂയ. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവാനാണ് ദൈവം നമ്മളോട് പറയുന്നത്. നമ്മുടെ ഭയത്തിനെ കഴിഞ്ഞും വലുത് ദൈവമാണ്. നമ്മുടെ ഫിനാൻസസിനെ കഴിഞ്ഞും വലുത് ദൈവമാണ്. നമ്മുടെ എല്ലാ ആകുല ചിന്താകുലങ്ങളെ കഴിഞ്ഞും വലുത് ദൈവമാണ്. നമ്മുടെ ഡോക്ടർ തന്നിരിക്കുന്ന റിപ്പോർട്ടിനെ കഴിഞ്ഞും വലുത് ദൈവമാണ്. ഹല്ലേലൂയ. ഏത് വിധത്തിലുള്ള ശത്രുവാണ് നിൻ്റെ ജീവിതത്തിൽ നിന്നെ പീഡിപ്പിക്കുന്നത്, അതിനെ കഴിഞ്ഞും വലുത് ദൈവമാണ്. നിൻ്റെ എല്ലാ പ്രശ്നത്തെക്കാളും വലുത് ദൈവമാണ്. There is nothing bigger than God. He is greater and stronger than any fear that the enemy puts in your mind. ദൈവത്തെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാമോ? വിശ്വാസത്തിൻ്റെ ഒരു ജീവൻ നയിക്കാൻ പ്രിയ ദൈവത്തിലെ നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ ജീവിതത്തിലെ എല്ലാ ബെനിഫിറ്റ്സും ഒന്ന് എൻജോയ് ചെയ്യുവാൻ ദൈവം നിനക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്നേ. അതൊന്ന് എൻജോയ് ചെയ്യുവാൻ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? He wants you to live in his rest. ഞാൻ പറയട്ടെ, പക്ഷേ വിശ്വാസ ജീവിതത്തിലുമാ ഭയത്തിൻ്റെ ജീവിതത്തിലുമാ ഒരിക്കലും അങ്ങനെ ഒരു രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദൈവം നമ്മൾ ഭയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പിശാച് ഭയം കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ ഹിൻഡർ ചെയ്യുവാനായിട്ട് ശ്രമിക്കും. അവനിൽ വിശ്വസിക്കില്ല. പ്രൈസ് ഗോഡ്. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും നശിപ്പിക്കാനും ഒക്കെയാണ് ശത്രു വരുന്നത്. അവനൊരു മെഗാ വില്ലനാന്നേ. പ്രൈസ് ഗോഡ്. അവൻ വലിയൊരു ഡിക്റ്റേറ്ററായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. എന്നാൽ ഹല്ലേലൂയ, ഒരിക്കലും നാം അതിൽ വീണു പോകരുത്. അവനൊരു തോറ്റ എനിമിയാണ്. ദ ഡെവിൾ ഈസ് ഡിഫീറ്റഡ്. നിൻ്റെ സമാധാനം ആർക്കും എടുത്താൻ കഴിയത്തില്ല. കാരണം ജയം നേടിയൊരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവം നിന്നോടുകൂടെ ഉണ്ട്.
അതുകൊണ്ട് ഭയപ്പെടല്ലേ. only believe and trust that God is bigger than any of your worries. എന്നിട്ട് വിശ്വാസത്തിലൊന്ന് ഉറച്ചാട്ടെ. അങ്ങനെ വിശ്വാസത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ട്രസ്റ്റ് ഹിം ആൻഡ് റെസ്റ്റ്. ട്രസ്റ്റ് ഹിം ആൻഡ് ബി ഇൻ പീസ്. ഗോഡ് ഈസ് ബിഗർ. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, സർവജ്ഞാനിയായ ദൈവമേ, സർവ്വവ്യാപിയായ ദൈവമേ, ഹല്ലേലൂയ. ഭൂമിയിലൊക്കെ നിൻ്റെ കണ്ണൂടാടിക്കൊണ്ട് ഇരിക്കുമ്പോൾ കർത്താവേ, പ്രിയ ദൈവമക്കളുടെ മേൽ നിൻ്റെ കണ്ണ്, നിൻ്റെ ദൃഷ്ടി പതിയുന്നതിനാൽ സ്തോത്രം. അവരുടെ ഭാരത്തിന്മേൽ, ഭയത്തിന്മേൽ, സംശയത്തിന്മേൽ, വിഷയത്തിന്മേൽ കർത്താവിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ സ്തോത്രം. വിടുതലിലേക്ക് കർത്താവ് കരം പിടിച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തോറ്റുപോകാൻ, പരാജയപ്പെട്ടു പോകാൻ ഇടയാകരുതേ. ദൈവമഹത്വം ഓരോ കൂടാരങ്ങളിലും ഓരോ വ്യക്തികളിലും വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.